ഹലോ കെവിനെ. എടാ നീ എവിടാ? ഒറ്റയ്ക്കാണോ? ഞാൻ വീട്ടിലാ, ഒറ്റയ്ക്കാ. എടാ ഋഷിക്ക് എങ്ങനുണ്ട്? അവന് ബോധം വീണോ? എടാ പണിയായെന്നാ തോന്നുന്നേ. കെവിനെ എന്താടാ? എടാ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. കൈവിട്ട് പോകുമെന്ന് നല്ല പേടി. ചിലപ്പോ അവനെ ഹോസ്പിറ്റലാക്കേണ്ടി വരും. അയ്യോ. എടാ എവനെ ഇട്ടോണ്ടിരുന്ന പറ്റില്ല. പക്ഷേ ആശുപത്രി കൊണ്ടുപോയി അതും പണിയാവും. എടാ ഒരു കാര്യം ചെയ്യ്, ഞാനങ്ങോട്ട് വരാം. ഏയ് വേണ്ട വേണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എടാ ഞാനൊന്ന് പറയട്ടെ. എടാ നീ ടെൻഷൻ ആവണ്ട, ഞാൻ കാര്യങ്ങൾ നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. നീ സമാധാനമായിട്ടിരിക്കും. എടാ ഞാനൊന്ന് പറയുന്ന കേക്ക്. ഇവിടെ ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്തോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. എടാ ഞാൻ ശരി, ഫോൺ വെച്ചോ. എടാ മതി ചേച്ചി. രാവിലെ എണീറ്റ് ഫുഡ് കുറയ്ക്കണം തീരുമാനിക്കും, ചേച്ചി സമ്മതിക്കില്ല. ചേച്ചി കഴിക്കുന്നില്ലേ? പിന്നെ ആവട്ടെ. ആ എടാ അരുന്ധതിയെ കൊണ്ട് ചന്ദ്രോത്തുകാർക്ക് ഇപ്പൊ വലിയ ശല്യമൊന്നും ഇല്ലല്ലേ? ആ അന്ന് ഞാൻ അരുന്ധതിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നീ അരുന്ധതിയെ അറിയിച്ചോ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അരുന്ധതിയുടെ വലിയ അടുപ്പമൊന്നുമില്ല. അടുപ്പം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി, ഒരു സൂചന കൊടുത്തേക്ക്, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഓ ശരി ശരി, സൂചന കൊടുത്തേക്കാം. തീർന്നില്ലേ? അല്ലടാ, അരുന്ധതിയുടെ മകനിപ്പോ ഇവിടെ ഉണ്ടോ അതോ പുറത്തെങ്ങാനും പോയോ? എനിക്കറിയില്ല ചേച്ചി. നിനക്കറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ചേച്ചി, പോലീസുകാരുടെ പണി എന്റെ അടുത്ത് കാണിക്കരുത്. വയറ് നിറച്ച് ബിരിയാണി വാങ്ങിച്ചു തന്നിട്ട് അറിഞ്ഞതും അറിയാത്തൊക്കെ പറയിപ്പിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, എന്റെ അടുത്ത് വേണ്ട. ആ അപ്പൊ നിനക്ക് അറിയേയില്ല? എന്റെ ചേച്ചി, എന്നെ ഇങ്ങനെ കള്ളനാക്കി സംസാരിക്കല്ലേ. അരുന്ധതി എനിക്കറിയാം, അത് ഞാൻ സമ്മതിക്കുന്നു. അതും ചെറിയൊരു പരിചയം, അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ അരുന്ധതിയോട് പറഞ്ഞേക്ക്, വെറുതെ ആ ചെക്കന്റെ ജീവിതം കളഞ്ഞു കുളിക്കല്ലേന്ന്. ഇതൊന്ന് കഴിക്കാൻ സമ്മതിക്കൂ? എടാ കൊച്ചു പയ്യനാ, വലിയ വാശി കാണിച്ച് പ്രഭയും ദേവികയൊക്കെ വെല്ലുവിളിക്കാൻ പോയാ അതവന്റെ നാശത്തിനാ. എനിക്ക് വേണ്ട, ഞാൻ നിർത്തി. നിനക്ക് വേണ്ടേ? എന്നാ ഞാനെടുത്ത് പട്ടിക്ക് കൊടുക്കട്ടെ. വെറുതെ താറാമുട്ട ഓംലെറ്റും ഉണ്ടാക്കി. ഒരു പട്ടിയുടെ വിലയെങ്കിലും എനിക്ക് തരുവോ? രണ്ട് പ്രാവശ്യം പ്രഭ മാപ്പ് കൊടുത്തു, ഇനി പക്ഷെ അതുണ്ടാവില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഞാൻ സംസാരിച്ച് നേരെയാക്കാം. ചേച്ചി ഇതിന്റെ ഇടയിൽ കിടന്ന് വെറുതെ വിഷമിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. വരട്ടെ. എനിക്ക് ആ പയ്യനെ നല്ല പിടിയില്ല, എന്നാലും പറയാം. അവരുടെ നല്ലതിനാ പറയുന്നത്, അതവർക്ക് മനസ്സിലായാ കൊള്ളാം.